രാത്രി വരാൻ വൈകുമോ? ഞാൻ ഉറക്കം കളഞ്ഞ് നിന്നെ കാത്തിരിക്കണോന്ന് അറിയാനാ ആദ്യം തന്നെ വിളിച്ചു ചോദിക്കുന്നത്. മകൻ രാജന് ഫോൺ വിളിച്ച് ഉറക്കെ ചോദിക്കുമ്പോൾ രമയുടെ കണ്ണുകൾ പലവട്ടം അടുക്കള വാതിൽ കടന്നുള്ളിലേക്ക് മറ്റാരും അറിയാതെ ചെന്നിരുന്നു. അടുക്കള സ്ലാബിൽ ചാരി ഒരുവൾ തന്റെ സംസാരവും ശ്രദ്ധിച്ചവിടെ പതുങ്ങി നിൽക്കുന്നുണ്ട് എന്ന് വീണ്ടും ഒന്നുകൂടി ഉറപ്പിച്ച് ഒരു വിജയച്ചിരി തെളിഞ്ഞു രമയുടെ ചുണ്ടിൽ. എന്നാ ശരി, നീ വെച്ചോ, ഞാൻ ഇരുന്നോളാം. മീൻകറി അല്ലേടാ, അത് ഉണ്ടാക്കി വെച്ചേക്കാം. ഒരുപാട് വൈകാതെ നീ വേഗം വരാൻ നോക്ക് ചേക്കാ. ശരി എന്നാ. ആ വീടിനുള്ളവർ മുഴുവൻ കേൾക്കും വിധം ഉച്ചത്തിൽ രാജനോട് സംസാരിച്ച് രമ ഫോൺ വെച്ച് അടുക്കളയിലേക്ക് നടന്നു. നിന്റെ ഇവിടുത്തെ പരിപാടിയൊന്നും കഴിഞ്ഞില്ലേടി പെണ്ണേ? ഒരല്പം ഗർവ് കലർന്ന ശബ്ദത്തിൽ രമ ചോദിച്ചതും താൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി വേഗത്തിൽ തീർത്ത് നനഞ്ഞ കൈ തോർത്തിൽ തുടച്ച് അടുക്കളയുടെ ഒരു അരികിലേക്ക് മാറി നിന്നു വേദ. രമയുടെ കണ്ണുകളൊന്ന് അടുക്കളയെ ചുറ്റി. താൻ വെച്ചതുപോലെ തന്നെ നീറ്റായിരിപ്പുണ്ട് അടുക്കളയിലെല്ലാം. ഇതെന്താ അടുപ്പിൽ? ഗ്യാസ് അടുപ്പിന് മുകളിൽ എന്തോ തിളയ്ക്കുന്നത് നോക്കി നിന്നാണ് രമയുടെ ചോദ്യം. അത് രാജന് രാത്രി ചോറുണ്ണാൻ മോരുകറി വെച്ചതാണ്. പതിഞ്ഞിരുന്നു മറുപടി പറയുമ്പോൾ വേദയുടെ ശബ്ദം ഒരു പുച്ഛം തെളിഞ്ഞവളുടെ മറുപടിയിൽ രമയുടെ മുഖത്ത്. എൻ്റെ മോനുള്ള കറിയും ചോറുമൊക്കെ ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ ഉണ്ട്. നീ നിന്റെ ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞെങ്കിൽ ഇറങ്ങിക്കോ. എനിക്ക് അവനൊരു മീൻകറി ഉണ്ടാക്കണം. വൈകിയേ ഞാൻ വരൂ. അമ്മ എനിക്ക് ഒരു മീൻകറി അന്നേരം കൊണ്ട് ഉണ്ടാക്കി കാത്തിരിക്കണേ എന്ന് പറഞ്ഞവൻ ഫോൺ വച്ചതേ ഉള്ളൂ. ഇപ്പോൾ നിന്നെ വിളിച്ചോ വേദയെ? അവൻ വൈകിയേ വരുള്ളൂ എന്ന് പറഞ്ഞോ? ചോദിക്കുമ്പോൾ അവരുടെ മുഖം തെളിഞ്ഞിരുന്നുവെങ്കിലും ഇല്ലെന്ന് ഉത്തരം പറഞ്ഞ വേദയുടെ മുഖം വല്ലാതെ കുരിഞ്ഞും മങ്ങിയും പോയിരുന്നു. അതാണടി അമ്മയും ഭാര്യയും തമ്മിലുള്ള വ്യത്യാസം. ഞാനേ അവനെ പ്രസവിച്ചവളാണ്. അവൻ കണ്ണു മിഴിക്കുന്ന പ്രായം തൊട്ട് കാണുന്നവൾ. നീയോ? നീ അവൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ മാത്രം കയറി വന്നവൾ. എൻ്റെ സ്ഥാനവും എന്നോടുള്ള അവൻ്റെ സ്നേഹവും ഒന്നും ഒരു കാലത്തും നിനക്ക് കിട്ടില്ല. നീ ഇനി അതിനുവേണ്ടി എത്ര ശ്രമിച്ചാലും. അഭിമാനവും അഹങ്കാരവും ഒരേപോലെ നിറഞ്ഞു നിന്നിരുന്നു പറയുമ്പോൾ അവരിൽ അടുക്കളയിൽ നിന്നിറങ്ങി ബെഡ്റൂമിലേക്ക് നടക്കും വഴി വേദയുടെ കണ്ണുകൾ ഹാളിലിരുന്ന വാർത്ത കാണുന്ന രാജിൻ്റെ അച്ഛനെ ഒന്ന് തങ്ങിയതും അയാളിൽ നിന്നൊരു നേർത്ത പുഞ്ചിരി അവളെ തേടി വന്നു. ഒപ്പം ഒരു നിശ്വാസം കൂടി. ആ പുഞ്ചിരിക്ക് പുറകെ വന്നതും മിഴികളൊന്ന് ചിമ്മി അടിച്ച് മുറിയിലേക്ക് കയറി മേശപ്പുറത്തിരുന്ന ലാമ്പ് ഓൺ ചെയ്തു. ബെഡിലിരുന്ന ഓഫീസിലെ ബാക്കി ജോലികൾ ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ ഫോണിൽ വന്ന കോളുകൾക്ക് നിറഞ്ഞ ചിരിയോടെ പാതി മുറിയും നനത്ത മൂളലുകളുമെല്ലാം അവൾ മറുപടി നൽകിക്കൊണ്ടിരുന്നു. പലപ്പോഴും മറുവശത്തുള്ള ആളുടെ സംസാരത്തിൽ അവൾ പരവശയാവുകയും മുഖത്താകെ വിയർപ്പ് ചാലുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു. ക്ലോക്കിൽ മണി 10 കാണിച്ചതും വീടിനുള്ളിൽ കോളിംഗ് ബെല്ലിന്റെ ശബ്ദം മുറുകിയതും കാതോരം ചേർന്ന ഫോൺ ചെവിയിൽ നിന്നെടുത്ത് ബെഡിലേക്കിട്ട് ധൃതിയോട് ചെയ്തുകൊണ്ടിരുന്നവൾ പൂർത്തിയാക്കി. നീ കഴിക്കാൻ വരുന്നില്ലേ മോളെ? അവൻ വന്നിട്ടുണ്ട്. വാതിലിനോരം വന്ന് അച്ഛൻ ചോദിക്കുന്നത് കേട്ടതും ഇപ്പോൾ വരാമെന്നൊരു മറുപടിയോടെ അവൾ മുറിയിലേക്ക് നിന്നും എഴുന്നേറ്റ് ഹാളിലേക്ക് ചെന്നതും കണ്ടു. അമ്മയോടെന്തോ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന രാജിനെയും അവൻ്റെ തമാശയ്ക്ക് ചിരിക്കുന്ന അമ്മയും. ഞാൻ കഴിക്കാനെടുക്കാം മോനെ, നീ പോയിന്ന് ഫ്രഷ് ആയിട്ട് വാ. വേദയെ ഹാളിൽ കണ്ടതും രാജിനെ റൂമിലേക്ക് പയഞ്ഞയച്ചു അമ്മ. വേദയൊന്ന് നോക്കുക പോലും ചെയ്യാതെ ചൂണ്ടിൽ ഒരു മൂളിപ്പാട്ടോടെ രാജ് റൂമിലേക്ക് കയറുന്നത് കണ്ടതും വേദയെ നോക്കിയൊന്ന് ചിരിച്ച് ഭക്ഷണം വിളമ്പാൻ അടുക്കളയിലേക്ക് നടന്നു അമ്മ. പുറകെ ഒന്നും മിണ്ടാതെ നിശബ്ദയായി നടന്നു വേദയും. അമ്മയുടെയും മകൻ്റെയും സംസാരവും ചിരിയും നിറഞ്ഞു നിന്ന ഡൈനിങ് ടേബിളിൽ പൂർണ്ണ നിശബ്ദതയായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന വേദയ്ക്ക് ഇടയ്ക്കെല്ലാം പാളി ചെല്ലുന്നുണ്ട് അച്ഛൻ്റെ കണ്ണുകൾ. താൻ ഉണ്ടാക്കിയ മീൻകറി മാത്രം എടുത്ത വേദ ഉണ്ടാക്കിയതൊന്നും തിരിഞ്ഞു പോലും നോക്കാതെ ഭക്ഷണം കഴിക്കുന്ന രാജിനെ തൃപ്തിയോടെ നിറയെ ഊട്ടി അമ്മയും. അത്താഴം കഴിഞ്ഞ് അടുക്കള ഒതുക്കി വേദ മുറിയിലേക്ക് നടക്കുന്നേരം കണ്ടു അമ്മയുടെ തലോടലേറ്റ് മടിയിൽ കിടക്കുന്ന രാജിനെ. നീ ചെന്ന് കിടന്നു, ഇവനെന്ന് ഞങ്ങൾ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പമാണ്, പൊക്കോ. വേദയുടെ കൽപ്പന പോലെ അമ്മ പറയുമ്പോഴും അവളുടെ നേരെ വെറുതെ പോലും ചെന്നില്ല രാജിൻ്റെ ഒരു നോട്ടം പോലും. 2 ദിവസം കൂടി നിന്നിട്ട് പോവാം അമ്മേ. ഇനി എന്നാ നിങ്ങളിതുപോലെയൊക്കെ വരുന്നത്? അമ്മയെ കണ്ട് കൊതി മാറിയിട്ട് കൂടിയില്ല, എനിക്ക് അറിയൂ. കാറിലേക്ക് കയറാൻ ഒരുങ്ങുന്ന അമ്മയൊന്ന് പുണർന്ന് രാജു പറയുന്നത് കേട്ട സിറ്റ് ഔട്ടിൽ നിന്നു വേദ. നിനക്ക് ലീവ് ഒട്ടും ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങളില്ലാത്ത സമയമുണ്ടാക്കി ഇങ്ങോട്ട് വരുന്നത്. ഇപ്പം തന്നെ ഈ 4 ദിവസം ഇവിടെ നിന്നതിൻ്റെ ദോഷങ്ങൾ എത്രയുണ്ടെന്ന് അറിയണമെങ്കിൽ അവിടെ നാട്ടിലെത്തണം. ആ വീടാകെ തിരിച്ചു വെച്ചിട്ടുണ്ടാവും നിന്റെ ചേച്ചിയും അളിയനും കൂടി. ചെന്നിട്ട് വേണം അതിനി ഒന്നൊന്ന് പറഞ്ഞു തുടങ്ങാൻ. അറിയോ നിനക്ക്? പരാതിയും പരിഭവവും കലർത്തി പറഞ്ഞു കൊണ്ട് അമ്മ കാറിലേക്കായിരുന്നും അച്ഛൻ വന്ന് രാജിനെ നെഞ്ചോട് ചേർത്ത് പുണർന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ നന്നായിട്ടുണ്ടാ മോനെ ഈ പ്രാവശ്യത്തെ നിന്റെ അഭിനയം. മെഡൽ 1-2 നിനക്ക് വേദമോള് തരാൻ സാധ്യതയുണ്ട്. നെഞ്ചോട് ചേർന്നവൻ്റെ കാതോരം അച്ഛൻ മെല്ലെ പറഞ്ഞു കണ്ണൊന്ന് ഇറുക്കി ചിരിച്ചു രാജ്. ശരിയടാ എന്നാ. യാത്ര പറഞ്ഞ അച്ഛനും കയറിയതോടെ ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങി കാറ്. ഒരു മഴ പെയ്തു തുറന്ന ആശ്വാസത്തോടെ രാജ് തിരിച്ച് സിറ്റ് ഔട്ടിലേക്ക് കയറിയതും അവനെ തൊട്ടില്ലാത്തതുപോലെ പറന്നു വന്ന് നിലത്ത് വീണൊരു ഫ്ലവർ വേസ്. ഞെട്ടി മുന്നിലേക്ക് നോക്കിയതും കണ്ടു തനിക്ക് നേരെ ടീപ്പോയിലേക്ക് പേപ്പർ വെയിറ്റ് ഉന്നം പിടിക്കുന്ന വേദയെ. വേദമോളെ, രാജിൻ്റെ ചക്കരെ, അതുകൊണ്ട് എറിഞ്ഞാൽ നിന്റെ രാജ് ചത്തുപോവും. നീ വിധവയാകൂടി. ചിരിയോടെ പറയുന്നതിനോടൊപ്പം പാഞ്ഞു ചെന്നവളുടെ ഇരു കൈകളിലുമായി കോരിയെടുത്ത് അകത്തേക്ക് നടന്നു രാജ്. ഇങ്ങനെ അമ്മയെ പേടിയുള്ള കെട്ടിയവൻ വേണ്ട എനിക്ക്. ലോകത്ത് വേറെ ആർക്കും ഇല്ല അമ്മയൊന്നും. അവൻ്റെ കയ്യിൽ പിടിച്ച് പിടഞ്ഞിറങ്ങാൻ ശ്രമിച്ചവൾ പറയുമ്പോൾ അവളെയും നെഞ്ചിലടക്കി സോഫയിലേക്ക് മറിഞ്ഞു രാജ്. അമ്മമാരൊക്കെ എല്ലാവർക്കും ഉണ്ട് മോളെ. പക്ഷെ അമ്മയെ എതിർത്ത് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടിയതിൻ്റെ പേരിൽ 4-5 മാസങ്ങൾ കൂടുമ്പോൾ ഇതുപോലെ നാടകം കളിച്ച് ചക്രശ്വാസം വലിക്കുന്ന ഒരു പക്ഷേ ഞാനൊരു മകൻ മാത്രമായിരിക്കും മോളെ ഉണ്ടാവുക.
ഉയ്യോ, ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ടെൻഷനാണ് കേട്ടോ. അമ്മയുള്ള 3-4 ദിവസം അമ്മയുടെ സ്വഭാവം കാരണം നിനക്ക് നല്ല സങ്കടമായി എന്നൊക്കെ എനിക്കറിയാം. ക്ഷമിച്ചേക്കണം കേട്ടോ. അമ്മ എന്നോടുള്ള സ്നേഹവും അമ്മയേക്കാൾ അധികം ഞാൻ നിന്നെ സ്നേഹിക്കുമോ എന്നുള്ള പേടിയും ഒക്കെയാണ് അമ്മയ്ക്ക്. അല്ലാതെ നിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. തൻ്റെ നെഞ്ചോര പതുങ്ങിയ പെണ്ണിനോട് അരുമയോടെ പറഞ്ഞവൻ എനിക്കറിയാം രാജേ. പരാതിയൊന്നുമില്ല എനിക്ക്. സത്യം പറഞ്ഞാൽ അമ്മയോടൊപ്പമുള്ള ദിവസങ്ങളിൽ എനിക്ക് യാതൊരു ജോലിയില്ല. ഇവിടെ ടോട്ടൽ ഫ്രീ ആണ് ഞാൻ. ആകെയുള്ള ബുദ്ധിമുട്ട് ഫോണിലൂടെയുള്ള നിന്റെ കിന്നാരം പറച്ചിലാണ്. എന്തൊക്കെ തോന്നിയാസാടാ നീ ആ ഫോണിലൂടെ എന്നോട് പറഞ്ഞത്, വൃത്തികെട്ടവനെ. പറയുന്നതിനോടൊപ്പം അവൻ്റെ ചെവിയിൽ അമർന്ന് അവളുടെ കൈകൾ. തോന്നിവാസോ അതോ? കണ്ണു മിഴിച്ചവൻ. അതൊക്കെ ഈ 4 ദിവസത്തെ കടം വീട്ടാനുള്ള ഏട്ടൻ്റെ അത്യാവശ്യങ്ങളാണ് മോളെ. മുതലും പലിശയും ചേർത്ത് വീട്ടിയിട്ടേ ഈ പിടിച്ച പിടി മോളെ ഏട്ടൻ വിടും. അവളുടെ ശരീരത്തിലേക്ക് കൂടുതൽ ഭാരത്തോടെ തന്നെ ചേർത്ത് വെച്ചവൻ പറയും. അവിടെയാകെ നിറഞ്ഞവരുടെ പൊട്ടിച്ചിരികൾ. അന്നേരവും അകന്നു പോകുന്ന കാറിനുള്ളിൽ തൻ്റെ മകൻ ഏറ്റവും പ്രിയം തന്നോട് തന്നെയാണെന്ന സന്തോഷത്തോടെ അരികിലിരുന്ന അച്ഛൻ്റെ നെഞ്ചോരം ചാഞ്ഞുറങ്ങി തുടങ്ങിയിരുന്നു ഒരമ്മയും. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്